കോഴിക്കോട് മുക്കത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഹോട്ടൽ ഉടമയെ അറസ്റ്റ് ചെയ്തു. കേസിലെ ഒന്നാം പ്രതിയായ ഹോട്ടൽ ഉടമ ദേവദാസനാണ് പിടിയിലായത്. കുന്നംകുളത്ത് ബസ്സിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ദേവദാസനും കൂട്ടുപ്രതികളും പെൺകുട്ടിയുടെ താമസ സ്ഥലത്തേക്ക് പോയതിന് ഡിജിറ്റൽ തെളിവുകളുണ്ടെന്ന് ഡിവൈഎസ്പി AP ചന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ദേവദാസന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. ദൃശ്യ പുതിയടത്ത് ചേരുന്നു. ദൃശ്യ, എന്തൊക്കെയാണ് വിശദാംശം? ഇപ്പോൾ ഒന്നാം പ്രതിയായ ദേവദാസിയാണ് രാവിലെ പിടികൂടിയത്. ഇയാളെ ഇപ്പോൾ സംഭവം നടന്ന സ്ഥലത്തേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ്. കേസിലെ ഒന്നാം പ്രതിയാണ് ഹോട്ടൽ ഉടമയായ ദേവദാസൻ. പ്രതിയുടെ മൊഴി എടുത്തു കഴിഞ്ഞു. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിനുശേഷം ഇപ്പോൾ സംഭവം നടന്ന മാമ്പറ്റയിലെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം അവിടെ എത്തിക്കും. അതിനുശേഷം തെളിവെടുപ്പായിരിക്കും. ഈ ഫോൺ ലൊക്കേഷൻ വെച്ചാണ് പ്രതിയെ ഈ കുന്നംകുളത്ത് വെച്ച്, തൃശ്ശൂരിലെ കുന്നംകുളത്ത് വെച്ച് പിടികൂടിയത്. നമ്മൾ അറിഞ്ഞത് പ്രകാരം ഇതിനു മുൻപ് ഇയാൾ കാർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഉപേക്ഷിച്ചാണ് ഇവിടെ നിന്ന് പോയത്. അതായത് ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ശ്രമം. ഈ കാർ റെയിൽവേ സ്റ്റേഷൻ ഉപേക്ഷിച്ച് ബസ്സിലാണ് ഇയാൾ ഈ തൃശ്ശൂരിലേക്ക് പോയത്. അവിടെ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിയാണ് ദേവദാസനെ ഇന്ന് പുലർച്ചെയോടെ പോലീസ് പിടികൂടിയത്. കുന്നംകുളം പോലീസ് പിടികൂടി മുക്കം പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ശേഷം ഇന്ന് രാവിലെയോടെ പ്രതിയെ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു, മൊഴിയെടുത്തു. ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ തെളിവെടുപ്പിനായി ഹോട്ടലിലേക്ക്, ഈ സംഭവം നടന്ന ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയാണ് നിഷാദ്.